പക്ഷെ ദൈവത്തിന് അത് എക്സ്പെൻസീവ് ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവ സാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വചനം, ഒരു ദൈവിക രഹസ്യം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. അതിങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആമേൻ. സത്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്തത് കൊണ്ടല്ല. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു കുരിശിൽ മരിച്ചത് കൊണ്ടാണ്. ആ യേശുവിൻ്റെ കുരിശുമരണത്തിലുള്ള യേശുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ രക്ഷ കൈവശമാക്കുകയാണ് ചെയ്യുന്നത്. രക്ഷപ്പെടുകയല്ല, രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുവിലുള്ള വിശ്വാസം നിമിത്തം യേശുവിനാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഗ്രേസ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ പരിഹാരം ചെയ്യുന്നതല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവായ യേശു കുരിശിൽ മരിച്ചു. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്: ഈ രക്ഷ സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ചെലവ് ഒന്നുമില്ല. നമ്മൾ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ദൈവത്തിന് ഇത് ഭയങ്കര ചെലവായിരുന്നു. ഇറ്റ് കോസ്റ്റ് ഹിം എവറിത്തിങ്. ദൈവത്തിന് തൻ്റെ ദൈവമെന്ന സമാനത നിലനിർത്താതെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വന്നു. തൻ്റെ മഹത്വം ദൈവത്തിന് കൈവടിയേണ്ടി വന്നു. ദൈവിക സ്വഭാവം വിട്ട് ദൈവത്തിന് മനുഷ്യൻ്റെ രൂപത്തിൽ ഇറങ്ങി വരേണ്ടി വന്നു. നമുക്ക് രക്ഷ സൗജന്യമാണ്. കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗജന്യമാണ്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ യേശുവിലുള്ള വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ദൈവത്തിന് അത് എക്സ്പെൻസീവ് ആയിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദൈവത്തിന് ഇത് എക്സ്പെൻസീവ് ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദൈവം ഫ്രീ ആയിട്ട്, ദൈവം വെറുതെ അല്ല നമ്മെ രക്ഷിച്ചത്. ദൈവം തൻ്റെ ദൈവമെന്ന ആ ഒരു ഐഡൻറ്റിറ്റിയെ പോലും മാറ്റിവെക്കേണ്ട അത്രത്തോളം ദൈവത്തിന് ചിലവേറിയതായിരുന്നു രക്ഷ എന്ന് പറയുന്ന ഈ ഒരു കർത്തവ്യം, ഈ രക്ഷാകര പദ്ധതി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട, നിങ്ങളെ രക്ഷിച്ച ഈ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമുക്ക് ചിലവില്ലെങ്കിലും ഇത് ചിലവില്ലാത്ത പരിപാടിയല്ലായിരുന്നു. ഇത് കാസ്റ്റ് എവരിത്തിങ്. ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഈ വെളിപാടിൽ ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.